ഇതൊരു ഭീകരാക്രമണം ആക്രമണം തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട കാര്യമില്ല. അത് ആര് നടത്തി, ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൂ. ഇത് നമ്മളിതിൽ ചെയ്യേണ്ടത് ഈ ഭീകരർക്ക് ആക്രമിക്കാൻ അവർക്ക് അവരുടെ ചോയ്സ് ഓഫ് ടൈം എപ്പോൾ വേണം, എവിടെ വേണം എന്നൊക്കെ അവർക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ അത് തടയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന്, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സായുധ സേനയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഇന്റലിജൻസിന് കുറേയും കൂടെ, പക്ഷെ അത് ചില പോരായ്മകളുണ്ടെന്ന് തോന്നുമ്പോഴും അതിന്റെ പിന്നോടിയായിട്ട് 3000-ഓളം കിലോഗ്രാം സ്ഫോടന വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തു എന്നും കുറെ പേര് അറസ്റ്റ് ചെയ്തെന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിനെ ചെറുത്തു നിൽക്കേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് നടന്നതെന്ന് വെച്ചാൽ അത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള സംഗതികൾ നമ്മൾ ചെയ്തു വെക്കണം. പറയൂ സാർ, പറയൂ. അല്ല, പറഞ്ഞോളൂ. ഇതിപ്പോ ഇന്നലെ ഡോക്ടർമാരെ പിടികൂടിയിരുന്നു. ഈ സ്ഫോടന വസ്തുക്കളുമായുള്ള ഡോക്ടർമാരെയൊക്കെ പിടികൂടി. അതിന്റെ ഒരു ബാക്കിയായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു നീക്കം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ ഇതൊരു പക്ഷേ ഇത് സംഭവിക്കും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാകാൻ ഉള്ളൊരു സാധ്യതയില്ലേ? അതുകൊണ്ട് കൂടിയാകില്ല ഇത്തരത്തിലുള്ളൊരു തിരച്ചിൽ നടത്തുകയും ഈ പരിശോധന നടത്തുകയും ഈ പോലീസ് ഡോക്ടർ ഉദ്യോഗസ്ഥരെ എല്ലാം പിടിയിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയും കൂടി നമുക്ക് കരുതാമോ? തീർച്ചയായും അത് വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാൻ ഒന്ന് പോലീസ് സേന ജാഗരൂകരായിരിക്കണം. അതുപോലെ നമ്മൾ നാഗരികരും ജാഗരൂകരായിരിക്കണം. കാരണം ഈ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതിപ്പോ ഈ എവിടെ താമസിക്കുന്നു, എവിടുന്ന് വരുന്നു, എങ്ങനെ ഈ ലീഡ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സായുധ സേനയും പോലീസ് സേനയും ഒക്കെ ജാഗരൂകരായിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നാഗരികരും ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെറുത്ത് തോൽപ്പിക്കാനായിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.